ഇതാണ് പയർ കേട്ടോ. ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട അല്ലേ? വെള്ളമൊക്കെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതെ. കുഞ്ഞൻ വാഴ. പിന്നെ നമുക്ക് ഇതിൽ പരിചയപ്പെടുത്താനുള്ളത് പ്ലാവുണ്ട്, പേരൊക്കെയുണ്ട്. പിന്നെ ഇത് മറ്റേ കടച്ചക്ക എന്ന് പറയും അല്ലേ? അത് കടപ്ലാവ്. നമ്മൾ തോരനൊക്കെ വെക്കാം, നല്ല നന്നായിരിക്കും. വറുത്തരച്ച്. അതെ അതെ. ഇതൊരു ബൾബാണ്. ഇത് നമ്മൾ രാത്രി ഇത് തെളിച്ചിടും. കാരണം ഇത് ആന ഈ തൊട്ടിക്കൂടെ എങ്കിലും കയറി വന്നത് ഫസ്റ്റ് എൻട്രിയാ ഇതിലാ. അപ്പോൾ വരാറ്. അപ്പോൾ വെളിച്ചമുണ്ടെങ്കിൽ പുള്ളി വരില്ല എന്നാണ്. ഇവർ ഒരാളല്ല വന്നത്, കൂട്ടമായിട്ട് വരിക, ടീമായിട്ടാണ് വരിക. വന്ന വേറെ ഉപദ്രവമൊന്നുമില്ല. വന്ന് ഇതിലേക്ക് കയറി അങ്ങനെ പോയി അവിടെ പറിച്ചിടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിക്കുക. ഈ വാഴയുടെ പിണ്ടിയാണ് ഇഷ്ടം. അപ്പോൾ കൊല പതുക്കെ പറിച്ച് വെച്ചിട്ട് ഇഷ്ട ഭക്ഷണം. പിന്നെ അതേപോലെ ഇതാണ് കൊക്കോ മരം അല്ലേ? ഇതാണ് കൊക്കോ. അല്ലോ, ഇത് കൊക്കോ ആണ്, പഴുത്തിട്ടില്ല. ഇതില് കൊക്കോയുടെ വില കയറുന്നതനുസരിച്ച് ആൾക്കാർ കൊക്കോ കൃഷി കൊടുക്കും. ഇത് കായൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും കാഡ്ബറി അതിന്റെ സംഭരണം നിർത്തും. അപ്പോ വീണ്ടും താഴേക്ക് പോകും. ഇതാണ് പപ്പായ. ഇതിന് പല ഭാഷ പറയും. കർമൂസ, പപ്പായ, പിന്നെ കപ്പളങ്ങ. നിങ്ങളുടെ നാട്ടിൽ എന്താ വെച്ചാൽ കമന്റ് ചെയ്യാട്ടോ ഇതിന് പറയുന്ന പേര്. വാഴ ബെറ്ററായല്ലോ, കൊലച്ചില്ല അല്ലേ? മൂത്തില്ല. ഇതല്ലേ? കൂർക്കയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മുടെ അടുത്ത് കൂർക്ക അപ്പൊ നമ്മുടെ ഇതിനകത്ത് കൂർക്ക, മഞ്ഞള്, ഇഞ്ചി, പയറ്, കപ്പളങ്ങ, വാഴ, പിന്നെ മറ്റേ ആനിച്ചക്ക, പച്ചമുളക്, ചീര, എല്ലാ ഐറ്റംസും ഉണ്ട്. പാഷൻ ഫ്രൂട്ട്. തെങ്ങൊക്കെ അങ്ങ് വലുതാവും തോറും വാഴയുടെ എണ്ണം കുറയും. അവിടെ ഒരു റോബസ്റ്റാണ്. അത് റോബസ്റ്റ്. ഇതിന്റെ പ്രത്യേകത അറിയോ? ഇത് ചെറിയ വാഴ പോലെയുണ്ട്. ഇതിനൊന്നും വലിയ പരിചരണത്തിന്റെ ആവശ്യമില്ല. അത് പക്ഷെ ഇത് ആസ്വദിച്ച് വലിയ കൊല ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ മേടിച്ചുകൊണ്ട് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുണ്ടാവും. ഇത് ഒരുപാട് ഔഷധമാണ് അല്ലേ ശരിക്കും? അത് ഷുഗറുകാർ ഒക്കെ കഴിക്കാവുന്ന സംഭവമായിട്ടാണ് പറയുന്നത്. വലിയ മാർക്കറ്റ് വാല്യൂ കുറവാണ്. മറ്റേ നമ്മുടെ പാളയംകോടനോ ഞാലിപ്പൂവിനോ കിട്ടുന്ന നമ്മളെ വീട്ടില് എന്താ പറയാ എല്ലാം കൃഷി ചെയ്ത സാധനങ്ങൾ അധികം ഉപയോഗിക്കാറ്. വെള്ളം വരെ ഇവിടെ നമുക്ക് കൊണ്ടുപോകും. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പ്ലാന്റ് കൾട്ടിവേഷൻ ഒന്നുമില്ല. നമ്മളിവിടെ ആ കാട് അതിൻ്റെതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ നടന്നു പോകുന്നു. ഒരു രാസവളം ഇടുന്നില്ല. ശരിക്കും ഒരു സർക്കാർ പള്ളിക്കുളം പോലെയാണ് അധികം പ്ലാനിങ് ഒന്നുമില്ല. ഈ വരുന്ന ആളാണ് റെനി. റെനീന്റെ അധികാരത്തിലാണ് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും. കാരണം റെനീൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ പറമ്പെല്ലാം മേടിച്ചത്. അന്ന് തൊട്ട് ഈ പറമ്പും ഈ വീടും എല്ലാം സംരക്ഷിക്കുന്നത് റെനിയും അമ്മച്ചിയാണ്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒന്ന് വരുന്നു, ഞായറാഴ്ച ദിവസം വന്ന് പോകുക മാത്രമേ ഉള്ളൂ. ബാക്കി കൃഷി കാര്യങ്ങളും എല്ലാ സംരക്ഷണ ചുമതലകളും റെനീൻ്റെ കാര്യത്തിൽ. റെനി ഷർട്ടൊന്നും ഇടാറില്ല. അത് പലരും ചോദിച്ചു. കാരണം പുള്ളി എപ്പോഴും ഈ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു ശൈലി ഇതാണ്: നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ദാരിദ്ര്യത്തില വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇല ആൾക്കാർ ചോദിക്കും. ഇല ഔഷധമാണ്. ഇല ഈ കർക്കിടക മാസത്തിലായിരുന്നു ഇത് വെറുതെ മുട്ടടിച്ച് നിർത്തിക്കരുത്. മുഴുവനെ എല്ലാം പോയി. ഇത് കടലാസിൽ പൊതിഞ്ഞ് വെക്കും. ഇങ്ങനെ ഇല അടർത്തി നിർത്തിട്ടേ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കും. പിറ്റേ 2 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ കുരുങ്ങി കഴിയുമ്പോൾ എല്ലാ ഇലയും വിടർന്ന് പോയി. ഇല ഭയങ്കര കണ്ടന്റ്, അയൺ കണ്ടന്റുള്ള കൂടുതലുള്ള ഇത് അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് മുരിങ്ങ. ഇതിനൊന്നും നമ്മൾ ചോല വെട്ടിക്കൊടുക്കുകയൊന്നും വേണ്ട. അത് അവർ ആ കൂട്ടത്തിൽ അങ്ങനെ വളർന്നു അങ്ങനെ പൊക്കും. അതുകൂടാതെ നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്, കപ്പത്തോട്ടം. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതാണ്. കയറി വരുന്നവർ നട്ടിട്ടേ ഉള്ളൂ. ഇതെല്ലാം കൂർക്ക കേട്ടോ.
ക്യാമറമാൻ ജോജോനെ ഇപ്പോൾ ക്യാമറമാൻ ജോജോ തന്നെ കൂർക്ക് മാത്രം പറിച്ചു തരില്ല അത്. ഗൾഫിലെ കൂലിയാ ഇത് വെണ്ട ഉണ്ടായിരുന്നൊക്കെ പിടിക്കും. ഇത് വെണ്ട അത് തീർന്നത് അത് വിത്തിന് കിട്ടിയത്. നാരങ്ങ ഉണ്ടല്ലേ? ഇത് വെണ്ട, വെണ്ടയ്ക്ക. ഇത് നാരങ്ങ, നാരകം. അടുത്തതാണ് ഇത് ചിക്കു. അത് ചിക്കുമരം. ചിക്കുമരത്തിൽ ഇത് കരിവേപ്പില. അടുത്തതാണ് ഇത് നാടൻ കരിവേപ്പില. ഇതിലെ തൊടാ അമ്മച്ചി അമ്മയ്ക്കില്ല, കൈവെട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് കറുവപ്പട്ട, കൊടംപുളി. ഇത് നമ്മൾ അയ്യപ്പൻകാവിലുണ്ടായിരുന്നത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വളർന്നു വരുന്നു. കായ ഉണ്ടാവുന്നുണ്ട്, കുടപ്പുള്ളി ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ പറിക്കുമ്പോൾ നമ്മൾ ഈ കാത്തിക്കുന്ന വെക്കുന്നതിനേക്കാൾ ഇത് ചാമ്പ മരം സീസണിൽ ഉണ്ടാവാറുള്ളൂ. ഇത് ചാമ്പ. ഇത് ഇലയൊന്നും കാണാൻ പറ്റില്ല, ഇലയൊന്നും കാണാത്ത രീതിയിൽ. അതെന്താ കോല്? ചീരയുടെ ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നത്, വെറും കോലല്ല കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും എന്തെങ്കിലും കൃഷി ചെയ്തിരിക്കാൻ പറ്റി. ഇതാണ് കിണർ, ശുദ്ധമായ ജലം. കിണർ നമ്മൾ വൃത്തിയായിട്ട് കെട്ടി ഉണ്ടോ, കോരി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ശുദ്ധമായ വെള്ളം. നമ്മൾ ഈ വെള്ളം ഇവിടുന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതാണ് നമ്മൾ കുടിക്കുക. ഇതില് അതുകൊണ്ട് നമ്മൾ ഡോറൊക്കെ അടച്ച് വലയൊക്കെ ഇട്ട് കൂട്ടും. സെറ്റ്. പിന്നെ ഈ വെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കിണർ ഞങ്ങൾ വന്ന് കുറച്ച് നാളായിട്ട് താത്തിട്ട് ഇതിൽ ഇതാ ഈ കിണറ് താത്തിട്ട് കല്ലടില്ല. സൂക്ഷിച്ച് നോക്കിയാൽ അതിൽ തിളങ്ങുന്നുണ്ടോ? ഇത് അറിവുള്ളവർ പറഞ്ഞത് എന്തൊക്കെയോ ലോഹധാതു മിനറൽ ഡെപ്പോസിറ്റുകളാണ്. സാധാരണ കിണറ്റിലെ വെള്ളത്തിന് എനർജി കൊടുക്കുന്ന കുറേ മെറ്റീരിയൽസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കിണറിലെ വെള്ളത്തിന് ചെറിയ മധുരവും ഒക്കെ ഉണ്ടാകും. ഞങ്ങളിത് കൊണ്ടുപോകും. ഞങ്ങൾ ഒരു വരവിന് മിനിമം 50 ലിറ്റർ വെള്ളം 2-3 കന്നാസിലായിട്ട് കൊണ്ടുപോകും. അത് ഞങ്ങൾ കുടിക്കാനെടുക്കും. മറ്റൊരു പണിയില്ല, കുടിക്കാൻ വേണം. അടുത്തത് പെപ്പർ. ഇത് കുരുമുളകിൻ്റെ ഇതാണ്. കുരുമുളക് ആയിട്ടില്ല, കൃഷിയായിട്ടൊന്നും അതെ നമ്മൾ ചെയ്യണില്ലേ. വ്യാപാരാടിസ്ഥാനത്തിലുള്ള ഒരു കൃഷിയല്ല. ഇതുമേ ഉണ്ടായ കുരുമുളക് തന്നെ ഞങ്ങൾ തവണ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ആവശ്യത്തിന് അതുകൊണ്ട് ഇത് വെച്ചിട്ട് കാശുണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. കുരുമുളകാണെങ്കിലും ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളകിൽ ഒരുപാട് സാധനങ്ങൾ വേറെ കിട്ടാറുണ്ട്, കുരുമുളക് അല്ലാത്തത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല ഒന്നാം തരം കുരുമുളക്, കുരുമുളകാണ്, കാട്ടുപള്ളിയാണ്. അതായത് ഇത് കൊമേഴ്ഷ്യലി തയ്യാർ ചെയ്തേക്കുന്ന സാധനമൊന്നുമല്ല.